നമ്മുടെ മലയാള സിനിമയിൽ എത്രയോ കൊടും വില്ലന്മാരായിട്ട് വന്നിട്ട് പിന്നീട് നമ്മളെ കുടുകുട ചിരിപ്പിച്ച കൊമേഡിയന്മാരായി മാറിയവരുണ്ട്. ഏതാണ്ട് ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഗോവിന്ദമാഷിൻ്റെ കാര്യം പറയാം. വളരെ മികച്ച ഗൗരവക്കാരനായ സൈദ്ധാന്തികനായിരുന്നു. വൈരുദ്ധ്യാത്മകം, ആത്മനിഷ്ഠവാദവും വസ്തുനിഷ്ഠവാദവും ഒക്കെ ജനങ്ങളോട് പറയുമ്പോൾ കാർക്കശ്യക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം എത്ര പെട്ടെന്ന് ഇന്ന് കേരളത്തിൽ നമ്മളെ കുടുകുട ചിരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളാരാ? ഗോവിന്ദമാഷ. അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ ഇപ്പം ജനം ചിരിച്ചു തുടങ്ങി. സിനിമയിൽ വേണമെങ്കിൽ ഒരു കൈ പരീക്ഷിക്കാവുന്നതാണ്. നമ്മളെ കാസർഗോഡ് ഈയിടെ ഈ വികസന മുന്നേറ്റ യാത്ര തുടങ്ങി. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ വളരെ ഗൗരവത്തിൽ എന്തായാലും പേടിച്ച് പാവങ്ങളവിടെ കുത്തിയിരുന്നു. അദ്ദേഹം പോകാൻ നിൽക്കുകയായിരുന്നു. ജനങ്ങൾ ഒരൊറ്റ മുങ്ങൽ. നമ്മുടെ പാവം ഗോവിന്ദമാഷ് ഒന്ന് ചിരിപ്പിക്കാൻ വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആൾക്കാർ ഒരൊറ്റ മുങ്ങൽ. മാഷ് വിടുവോ? മാഷ് ഒഴിഞ്ഞ കസേരകളെ നോക്കി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരൊറ്റ കീച്ച് കേട്ടു നോക്കി. നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം. വിദ്യാഭ്യാസം സൗജന്യമായിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭഗവാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഇനി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും സൗജന്യമായിട്ട് നൽകാൻ ഈ കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാട് നടപ്പിലാക്കുന്നത്. കേരളത്തിലല്ലാതെ പോലെ എവിടെയെങ്കിലും അവന്റെ മക്കളൊന്നും സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ